നിയമസഭയെയും സർക്കാരിനെയും അസ്ഥിരപ്പെടുത്താനുള്ള ബോധപൂർവമായ ശ്രമമാണ് പ്രതിപക്ഷം നടത്തുന്നതെന്ന് മന്ത്രി PM മുഹമ്മദ് റിയാസ്. സംഘപരിവാർ അജണ്ട നടപ്പാക്കുകയാണെന്നും RSS ഏജന്റുമാർ കേരളത്തിലെ കോൺഗ്രസിലുണ്ടെന്നും മന്ത്രി പറഞ്ഞു. ഫോട്ടോഷൂട്ട് സമരം മാത്രമാണ് BJPക്കെതിരെ കോൺഗ്രസ് നടത്തുന്നതെന്നും മുഹമ്മദ് റിയാസ് പറഞ്ഞു. RSS ഏജന്റുമാർ കേരളത്തിലെ കോൺഗ്രസ് നേതാക്കന്മാരിൽ ഉണ്ടോ എന്നുള്ളത് വളരെ ഗൗരവത്തിൽ പരിശോധിക്കേണ്ട കാര്യമാണ്. കേരളത്തിലെ ചില കോൺഗ്രസ് നേതാക്കന്മാരുടെ ഇടപെടലുകൾ കണ്ടാൽ RSS ഏജന്റുമാരാണ് അവർ എന്ന് വളരെ കൃത്യമായി തോന്നുന്നതാണ്. കേരളത്തിലെ കോൺഗ്രസിൽ RSS ഏജന്റുമാർ കടന്നു വരുന്നുണ്ട്, പ്രത്യേകിച്ച് കോൺഗ്രസ് നേതൃത്വത്തിൽ. അതിൻ്റെ ഭാഗമായി RSSും BJPയും ദേശീയ തലത്തിൽ തീരുമാനമെടുത്ത് കേരളത്തിൽ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന അന്ധമായ ഇടതുപക്ഷ വിരുദ്ധത, അന്ധമായ മാർക്സിസ്റ്റ് വിരുദ്ധത, അന്ധമായ LDF സർക്കാർ വിരുദ്ധത, അത് BJP സംസ്ഥാന ഘടകം നടപ്പിലാക്കുന്നതിനേക്കാൾ ഭംഗിയായിട്ടാണ് കേരളത്തിലെ ചില കോൺഗ്രസ് നേതാക്കന്മാർ കോൺഗ്രസ് പാർട്ടിയെ നയിച്ചുകൊണ്ട് നടപ്പിലാക്കാൻ ശ്രമിക്കുന്നത്. അതുകൊണ്ട് തന്നെ RSS ഏജന്റുമാരായി കേരളത്തിലെ ചില കോൺഗ്രസ് നേതാക്കന്മാർ പ്രവർത്തിക്കുന്നുണ്ടോ എന്നുള്ളത് മതനിരപേക്ഷ കോൺഗ്രസ് പരിശോധിക്കണം. പ്രതിപക്ഷ നേതാവിനെതിരായ മന്ത്രി മുഹമ്മദ് റിയാസിന്റെ പരാമർശങ്ങളെ വിമർശിച്ച് കോൺഗ്രസ് നേതാവ് T. സിദ്ദിഖ്, റിയാസ് സൂപ്പർ മുഖ്യമന്ത്രി ചമയുന്നത് ശരിയാണോ എന്ന് പാർട്ടി നേതൃത്വം തീരുമാനിക്കണമെന്ന് സിദ്ദിഖ് പറഞ്ഞു. ശ്രീ PM മുഹമ്മദ് റിയാസ് സൂപ്പർ മുഖ്യമന്ത്രി ചമയുന്നത് ഹിതകരമാണോ എന്ന് സ്വന്തം പാർട്ടി പ്രവർത്തകന്മാർ ആലോചിക്കേണ്ടതാണ്, നേതൃത്വം ആലോചിക്കേണ്ടതാണ്. കേരള അസംബ്ലിയിൽ EMS ഗവൺമെന്റ് മുതൽ ഇതുവരെയുള്ള പിണറായി വിജയൻ ഗവൺമെന്റ് വരെ ഏതെങ്കിലും മന്ത്രിമാർ അവരുടെ ഫയലുകൾ മേശപ്പുറത്ത് വെക്കുമ്പോൾ, അവരുടെ പ്രമേയങ്ങൾ മേശപ്പുറത്ത് വെക്കുമ്പോൾ ഒരു മന്ത്രിമാരും ഇതുവരെ ആക്ഷേപകരമായിട്ടുള്ള ഒരു കാര്യം പോലും പറഞ്ഞിട്ടില്ല. എന്നാൽ ബഹുമാനപ്പെട്ട കേരളത്തിന്റെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ഈ വിഷയത്തിന് മുഴുവൻ തുടക്കമിട്ട് ധനാഭ്യർത്ഥന ചർച്ചയുടെ ഫയൽ മേശപ്പുറത്ത് വെക്കേണ്ടതായിരിക്കുന്ന സമയം അദ്ദേഹം നടത്തിയതായ സ്റ്റേറ്റ്മെന്റ് കേരള നിയമസഭയുടെ പ്രീസിഡൻസ് അദ്ദേഹത്തിന് അറിയാത്തതുകൊണ്ടാണ്. പ്രതിപക്ഷത്തിന്റെ അവകാശങ്ങളെ ഹനിക്കുന്ന നടപടികളിൽ നിന്ന് പിന്മാറണമെന്നാവശ്യപ്പെട്ട് രമേശ് ചെന്നിത്തല സ്പീക്കർക്ക് കത്ത് നൽകി. ഒരു സമ്മേളനത്തിൽ തന്നെ പ്രതിപക്ഷത്തിന്റെ 6 അടിയന്തര പ്രമേയങ്ങൾ മാനദണ്ഡങ്ങളൊന്നും പാലിക്കാതെ സ്പീക്കർ തള്ളുന്നത് ചരിത്രത്തിൽ ആദ്യമാണ്. 6 അടിയന്തര പ്രമേയങ്ങളും തള്ളിയത് രാഷ്ട്രീയ കാരണങ്ങൾ കൊണ്ടാണെന്നും സ്പീക്കർ സർക്കാരിന്റെ വക്താവായി മാത്രം ചുരുങ്ങരുത് എന്നും കത്തിൽ രമേശ് ചെന്നിത്തല ചൂണ്ടിക്കാണിക്കുന്നു. 3 മണി വാർത്തയിൽ ഒരിടവേള.